എ.ഡി.എം. നവീൻ ബാബുവിന്റെ മരണത്തിൽ പോലീസ് സമർപ്പിച്ച കുറ്റപത്രം തൃപ്തികരമല്ലെന്ന് നവീൻ ബാബുവിന്റെ കുടുംബം. പി ദിവ്യയെ ഏകപ്രതിയാക്കിയുള്ള കുറ്റപത്രത്തിൽ ഗൂഢാലോചന ഉൾപ്പെടെയുള്ള കാര്യങ്ങളെപ്പറ്റി പരാമർശിച്ചിട്ടില്ല. കേന്ദ്ര ഏജൻസി അന്വേഷണം ആവശ്യപ്പെട്ട് സുപ്രീം കോടതിയിൽ നിയമ പോരാട്ടം തുടരുമെന്നും നവീൻ ബാബുവിന്റെ കുടുംബം വ്യക്തമാക്കി. കേസിൽ ഗൂഢാലോചന ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കുടുംബം തുടക്കം മുതൽ ആരോപിക്കുന്നതാണ്. പി ദിവ്യയെ മാത്രം പ്രതിയാക്കിയുള്ള കുറ്റപത്രത്തിൽ ഗൂഢാലോചന ഉൾപ്പെടെയുള്ള കാര്യങ്ങളെപ്പറ്റി പരാമർശിക്കുന്നില്ലെന്ന് കുടുംബം ചൂണ്ടിക്കാട്ടി. പി ദിവ്യ ഒറ്റയ്ക്കല്ലെന്നും പിന്നിൽ വലിയ സംഘമുണ്ടെന്നും ഗൂഢാലോചന നടന്നിട്ടുണ്ടെന്നും നവീൻ ബാബുവിന്റെ സഹോദരൻ പ്രവീൺ ബാബു ആവർത്തിച്ചു. ലോക്കൽ പോലീസ് അന്വേഷണത്തിന് വ്യത്യസ്തമായി ഒന്നും SIT അന്വേഷണത്തിൽ തോന്നുന്നില്ലെന്നും പ്രവീൺ ബാബു പറഞ്ഞു. ഇപ്പോൾ കേട്ടതിന്റെ അടിസ്ഥാനത്തിൽ ഏകപ്രതി മാത്രമാണ് ഇപ്പോൾ കുറ്റപത്രത്തിൽ ഉള്ളതെങ്കിൽ ഞങ്ങൾ തുടക്കം തൊട്ട് സംശയം ഉന്നയിക്കുന്ന പോലെ ഗൂഢാലോചനയോ മറ്റു പ്രതികളോ മറ്റുള്ളവരുടെ ഇൻവോൾവ്മെന്റോ ഇതൊന്നും തന്നെ ഈ SIT അന്വേഷിച്ചതായിട്ട് എനിക്ക് തോന്നുന്നില്ല. കാരണം ലോക്കൽ പോലീസ് തുടക്കത്തിൽ അന്വേഷിച്ച് അവർ റിപ്പോർട്ട് സമർപ്പിച്ചാലും ഏകദേശം ഇതുപോലെ തന്നെ ആവുമായിരുന്നു. പിന്നെ ഈ SIT രൂപീകരിച്ചുകൊണ്ടോ അതിൻ്റെ ഹെഡ്സിനെ മാറ്റിയത് കൊണ്ടോ ഉള്ള വ്യത്യാസം മനസ്സിലാവുന്നില്ല. ഞങ്ങളുടെ ആശങ്കകൾ പരിഹരിക്കുന്ന തരത്തിലുള്ള അന്വേഷണം ഒന്നും തന്നെ നടന്നതായിട്ട് ഞങ്ങൾക്ക് തോന്നുന്നില്ല. കേന്ദ്ര ഏജൻസി അന്വേഷണം ആവശ്യപ്പെട്ട് സുപ്രീം കോടതിയിൽ നിയമ പോരാട്ടം തുടരുമെന്ന് നവീൻ ബാബുവിന്റെ ഭാര്യ മഞ്ജുഷ പറയുന്നു. ഗൂഢാലോചനയിൽ പങ്കാളികളായിട്ടുള്ളവരുടെ കാര്യങ്ങളൊന്നും കുറ്റപത്രത്തിൽ പ്രതിപാദിക്കുന്നില്ലെന്നാണ് മനസ്സിലാക്കുന്നത്. പിന്നെന്താണ് ഇവർ ചെയ്തതെന്ന് അറിഞ്ഞുകൂടാ. സുപ്രീം കോടതിയിലേക്ക് പോകാൻ വേറെ അന്വേഷണ ഏജൻസിക്ക് വേണ്ടിയിട്ടുള്ള നിയമ പോരാട്ടം തുടരുക തന്നെയല്ലേ? അതെ, തുടരുകയാണ്. കുടുംബത്തിന്റെ ആശങ്ക പരിഹരിക്കുന്ന അന്വേഷണം ഇതുവരെയും ഉണ്ടായില്ല എന്നു തന്നെയാണ് നവീൻ ബാബുവിന്റെ കുടുംബം പ്രധാനമായും ചൂണ്ടിക്കാണിക്കുന്നത്. ജനം, പത്തനംതിട്ട.